Hello everyone. Welcome to Superstar Junior co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഹലോ വിജയ് ചേട്ടാ, ഹലോ സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ. ചേച്ചി, നമ്മുടെ ഒരു എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്? പറയാനായിട്ടില്ല. ഇനി ഞങ്ങൾ അസസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും ഇപ്പൊ ഈ ഓറഞ്ച് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല രസമുണ്ട്. ഞങ്ങളത് ആക്ച്വലി റിയലൈസ് ചെയ്തില്ല. ഞാൻ ബ്ലൂ മാത്രമേ കണ്ടുള്ളൂ. ഇതിനൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ജഡ്ജസ് വെറും പാട്ടിന് വേണ്ടി മാത്രമല്ല, ഈ ഡ്രസ്സിന്റെ കോമ്പിനേഷൻ നോക്കാൻ. പിന്നെ ഓക്കെ, അതിലേക്ക് തിരിച്ചു വരാം. എന്തായാലും സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഷോ. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സോണിക ഫ്രം ട്രിവാൻഡ്രം. ഹായ് സോണിക. ഹായ് ചേച്ചി. ഭയങ്കര പ്രിറ്റി ഫ്രോക്ക് ആണല്ലോ. താങ്ക് യു ചേച്ചി. പ്രിറ്റി ഫോക്ക് മാത്രമല്ല, ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കണേ. അപ്പൊ ഏത് റൗണ്ടാന്ന് നോക്കാം. ഏതാണ് സോണിക? ഫ്രഷ് ഹിറ്റ്സ് റൗണ്ട്. ഫ്രഷ് ഹിറ്റ്സ് റൗണ്ടിൽ മോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പുതുമഴയായി ഫ്രം ചാർലി. ഓക്കെ, അപ്പൊ തകർക്കൂ, അടിച്ചു പൊളിക്കൂ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴിനനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈനീട്ടുമോ ഇതുവരെ നീ ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായോ മിഴിനനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളി. ജ്വാലാനൗകയിൽ മരതക ദ്വീപിലെ നഗരികളിൽ നിന്നു നീ വന്നു ചേരുമോ ഈരൻമുകിലിലെ മണിമഴവില്ലുപോൽ അനുമതി നീ വാങ്ങിടാതെന്നിലാടുമോ ഓർക്കാതെ തരള ഹൃദയം
പാടിയല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. അസലായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു ചേച്ചി. നല്ല ഫ്ലോയിൽ വളരെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും മാർക്ക് വയ്ക്കാം. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ. ഓക്കെ സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. That's another 8. So 23.5. Okay. ആഹാ. എന്താ ഹാപ്പി ആയോ മാർക്ക് കിട്ടിയിട്ട്? എന്താ തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ പാട്ട് പാടി കഴിഞ്ഞിട്ട്? കുഴപ്പമില്ലാതെ പാടി. നമുക്കിനി ജഡ്ജസിന്റെ കമന്റ്സ് കേട്ടോക്കിയാലോ? ഓക്കെ. അപ്പോൾ സോണിക്ക, എന്താണ് സോണിക്ക ശരിക്കും പറയൂ, സോണിക്ക എങ്ങനെ പാടി എന്നുള്ളത് സോണിക്ക തോന്നുന്നു? പറയൂ, കേൾക്കട്ടെ. കുറച്ചും കൂടെ ശരിയാക്കായിരുന്നു. കുറച്ചും കൂടെ ശരിയാക്കായിരുന്നു. ശരിയാക്കായിരുന്നോ? എന്തായിരുന്നു പ്രശ്നം? പറയൂ. ഇതുവരെ നീ ശ്വാസം അല്ലേ ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലേ ഈ സോങ്. കുറച്ച് ബ്രെത്ത്ലെസ് ആണ് ആക്ച്വലി. ഇങ്ങനെ കണക്ട് പുതുമഴയായി. ഓക്കെ, പഠിച്ചതിൻ്റെ ഇതിലാണോ അതോ മോൾ അങ്ങനെ തന്നെ പാടണം എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. when you singing പുതുമഴയായി മോളെങ്ങനെ പാടുന്നത് വെച്ചാൽ ചില സ്ഥലത്ത് കുറച്ച് എക്സ്ട്രാ സസ്റ്റെയിൻ വരുന്നുണ്ട്. അപ്പോൾ എന്തോരെന്ന് വെച്ചാൽ നമുക്ക് ബ്രെത്ത് എടുക്കാൻ സ്ഥലം പോകുന്നു. ഇപ്പം ഞാനിത് പാടിയില്ലേ, ഇപ്പം ഞാൻ പാടിയപ്പം ബ്രെത്തിൻ്റെ അറിഞ്ഞോ? ഞാൻ ബ്രെത്ത് എടുത്തത് അറിഞ്ഞില്ലല്ലോ. ഇതല്ലേ? പക്ഷേ മോളെ ചില സ്ഥലത്തൊക്കെ കുറച്ച് സസ്റ്റെയിൻ കൂടിപ്പോന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രെത്ത് എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ പുതുമഴയായി തുടക്കം തന്നെ മോള് ബ്രെത്ത് ഇല്ലാണ്ടാണ് തുടങ്ങുന്നത്. അതൊന്ന് ജസ്റ്റ് സിംഗ് സീനൊന്ന് കോഡ് കൊടുത്ത്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി. അവിടെയാണ് മെയിൻ പ്രോബ്ലം. പുതുമഴയായി കുറുകി വരും ഇത്രയും പിടിക്കുന്നുണ്ട് മോള്. അത്രയും പിടിക്കേണ്ട കാര്യമില്ല. കുറുകി വരും പുതുമഴ. അപ്പോൾ കുറുകി വരും അവിടെ ബ്രെത്ത് എടുക്കാം നമുക്ക്. അത്ര കിട്ടിയില്ലേ? ഇപ്പം നന്നായിട്ട് പാടി. പക്ഷെ കുറച്ചുകൂടെയും ജസ്റ്റ് മേക്ക് ഷുവർ യു സിംഗ്. കുറച്ച് ട്യൂണും കോഡൊക്കെ നന്നായിട്ട് കേൾക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വിജയ് ചേട്ടാ. സുജാത ചേച്ചി. സോനിക, ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, സോനിക ഒരു ഉഗ്രൻ സിംഗറാണ്. കാരണം മോള് പാടുന്നത് കേട്ടറിയാം, എല്ലാം മനസ്സിലുണ്ട്, തൊണ്ടയിലും വരും. പക്ഷെ കുറച്ചൊരു പേടി ഉള്ളിലുണ്ട്. ആ സ്റ്റേജിൽ വരുമ്പോൾ അത് ഒരു നമുക്കൊരു സ്റ്റേജിൽ എങ്ങനെയായാലും ഒരു 80% നമുക്ക് വരുള്ളൂ. സംഗതികളെല്ലാം കുറച്ചൊക്കെ 100 കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷെ ആ 80 തന്നെ മോൾക്ക് ഒരു 65-70 കിട്ടുന്നുള്ളൂ. കാരണം അത് ആ സമയത്ത് നമുക്ക് ആ സംഗതികളൊന്നും കറക്റ്റായിട്ട് അങ്ങ് പോയി വീഴുന്നില്ല അല്ലേ? നമുക്ക് തോന്നില്ല. ആ പാരാഗയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പാടിക്കോളും. മോക്കൊന്ന് സന്തോഷമാകും കുറച്ച് കഴിഞ്ഞാൽ. വീണ്ടും ജീവനിൽ സ്വരലയമേകുവാൻ തിരനുറ പോൽ നീന്തി നീ വന്നുണർത്തുന്നു. മായാശലഭമായി ചിറകുകൾ വീശി നീ തളിരിലയിൽ വന്നു മന്ത്രമോതുവാൻ പാരാകെ. അതാണ് എൻഡിങ് ആണ്. മറ്റേത് കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് അത് കേൾക്കണം കേട്ടോ. അതൊന്ന് ശരിക്കും പിന്നെയും കേൾക്കണം. ശരിക്കും ആ പാട്ട് നമുക്ക് വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ എന്തായാലും അത് ഒരു വശം എവിടെയെങ്കിലും പാടണം. ഓക്കെ, എല്ലാം ക്ലീൻ ആക്കിയിട്ട്. ഇതിപ്പോൾ മോള് റെക്കോർഡ് ചെയ്ത് പഠിക്കാറുണ്ടോ? പാട്ട് പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കുമോ? ആ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ മൈനർ ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് വന്നാൽ എല്ലാ സ്ഥലത്തും അത് എടുത്ത് കട്ടൻ പേസ്റ്റ് വരും കിട്ടും നമുക്ക്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കണം. നല്ലൊരു പാട്ട്. ഇത് ഗോപി സുന്ദറിൻ്റെ പാട്ടാന്ന് അറിഞ്ഞു. അതിൻ്റെ ചരണം എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഐ ഹാവ് ടു ലിസൺ ടു ദ ഒറിജിനൽ. താങ്ക് യു സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ.
ഹായ് സോണിക, ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടമായി പാട്ട്. താങ്ക് യു സർ. നന്നായിട്ട് അതിൻ്റെ ഫീല് ഡെലിവറി ചെയ്യാൻ പറ്റി. അത് സാധാരണ പാട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടും. ബാക്കിയുള്ള പിച്ചിങ് കാര്യങ്ങളൊക്കെ ചേട്ടനും ചേച്ചിയെല്ലാം പറഞ്ഞു. പക്ഷേ ടോട്ടലി വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല രസം, ഇമ്പമായിട്ട് പാടി. പിന്നെ എപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സോണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സോണിയയ്ക്ക് നല്ല സ്വരമുണ്ട്, നല്ല ടോണാണ്, ഭയങ്കര ഹൈ മിഡ് നന്നായി നിറഞ്ഞ് കുറച്ച് നല്ല ഹൈ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പാട്ടുകളൊക്കെ നന്നായി ചേരും. അതുകൊണ്ടാണ് ആ ടോൺ അത്രയും ക്ലിയർ ആയതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്കും ഭയങ്കരമായി നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ്. പാടിയതെല്ലാം നല്ലതായിരുന്നു, നല്ലതിനെ ഉദ്ദേശിച്ച് അടിസ്ഥാനം വെച്ചിട്ടാണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ബട്ട് യു ഡിഡ് യുവർ ബെസ്റ്റ് ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ. ഓക്കെ സോണിയ, ഇനി നല്ല കിടിലം പാട്ടുകളായിട്ട് വരണം അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. അപ്പോൾ എന്തായാലും സോണിയയ്ക്ക് ഒരുപാട് നല്ല കമൻസും ഒരുപാട് നല്ല ഇൻഫോർമേഷനും കിട്ടിയിട്ടുണ്ട് ഓൺ ഹൗ ടു ഇംപ്രൂവ് ഫോർ ദ നെക്സ്റ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? നന്നായിട്ട് പാടാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സോണിക. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ് മോളെ. അങ്ങനെ സോണിക്കയുടെ ഒരു സ്വീറ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. ആ ചേട്ടൻ ഡാൻസ് ചെയ്യട്ടെ, ഞാൻ എന്നാണ് അടുത്ത വരി എന്താ പാടാന്ന് ആലോചിക്കട്ടെ. ചേട്ടൻ എന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്നിട്ടും നീ ഇങ്ങനെ നിൽക്കുകയാണ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. അഞ്ജലി, എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. പറയൂ. അഞ്ജലി ശരിക്കും ഭയങ്കര ഇൻ്റലിജൻ്റ് ആണോ അതോ ഭയങ്കരമായിട്ട് അബദ്ധങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ആളാണ്? ഇൻ്റലിജൻ്റ് വെച്ചാൽ എന്നെ പോലെയാണോ അതോ എങ്ങനെയാണ്? അല്ല, ഇന്റലിജന്റ് എന്ന് വെച്ചാൽ ആരെ പോലെ അല്ലല്ല. എന്നെ പോലെ. അതാണ് എക്സാക്ട്ലി. ഓക്കെ, ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ രജിത്ത്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും എൻ്റെ കൈ അറിയാതെ ഒരു നോട്ട് വന്ന് വീണു. ആണല്ലേ? ഓക്കെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒന്നുമില്ല, അഞ്ജലി വളരെ ഇന്റലിജന്റ് ആണോ കുറെ അബദ്ധങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണോ? എന്തിനാണ് ഇപ്പൊ പറഞ്ഞിട്ട് പറയാം. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പറഞ്ഞിട്ട്? അറിയട്ടെ, എന്നാ അഞ്ജലി പറയൂ. എന്റെ ലുക്ക് കണ്ടാ മനസ്സിലാവില്ലേ? മനസ്സിലായി. അങ്ങനെ പറയല്ലേ, ലുക്ക് ഇന്റലിജന്റ് ആണെന്ന്. ഇന്റലിജന്റ് ഡ്രസ് ആണത്. ഓഡിയൻസ് കണ്ടു കഴിഞ്ഞു ഓൾറെഡി, പ്രേക്ഷകരൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. പക്ഷേ പ്രേക്ഷകർ കാണാത്ത ചിലതും കൂടി ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഇന്റലിജന്റ് അല്ല എന്നാണോ അവര്? ഓക്കെ, അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒരു വളരെ നല്ല അഞ്ജലിയുടെ കുറെ ഓഡീഷൻ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കുറെ നല്ല മൂമെന്റ്സ് വെച്ചുകൊണ്ട്. ഇല്ല, എന്തിനാ ഇന്റലിജന്റ് അല്ലേ, പിന്നെന്താ ഈ പണിയൊക്കെ എന്തിനാ തരുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അല്ല, അത് ഞങ്ങൾ എല്ലാരും കൂടെ ഒപ്പിച്ച ഒരു പണിയാണെന്ന് വെച്ചോളൂ അല്ലേ? അപ്പോൾ അഞ്ജലിയുടെ ഈ വീഡിയോ ഞങ്ങൾ എല്ലാവർക്കും മുമ്പിൽ സമർപ്പിക്കുകയാണ്. വിജയ് ചേട്ടൻ പറയുന്ന പോലെ അങ്കേ പാർ. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഓൾറെഡി നീ എന്താ ഈ കത്തി വേഷത്തില്? സൂപ്പർ സ്റ്റാർ ജൂനിയറിന് എറണാകുളത്ത് നടക്കുന്ന ഈ What a brilliant show. വിജയ, ഒരു ചെറിയ ഒരു ഉൾഭയം. അല്ല, വരും എപ്പിസോഡുകളിൽ ഓരോരുത്തർക്കും ഒരു പണി വരുന്നുണ്ട്. സോറി, എന്റെയും സ്റ്റീഫന്റെയും റൂമിൽ ക്യാമറാസ് അലൗ ചെയ്യാറില്ല. സോറി, but still we have got enough content, you know. We'll do it. No problem. Sorry, നിങ്ങൾക്ക് അമേരിക്കൻ ആക്സന്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ചായ കുടിച്ചപ്പോൾ ഉണ്ടായതാ. ഈ ഒരു പണിക്ക് ഞാൻ ഒരു മറുപടി എന്തായാലും തരുന്നതായിരിക്കും. ബുദ്ധിമുട്ടാണ്, but still okay, you can try. എന്തായാലും നമുക്ക് പെർഫോമൻസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. Okay. അപ്പൊ അടുത്ത പെർഫോമൻസിനായിട്ട് ഞാൻ വിളിക്കാണ് ക്രിസ്റ്റി ഫ്രം നെല്ലിമറ്റം. ക്രിസ്റ്റി, ഭയങ്കര കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് അടിപൊളിയാണല്ലോ. ക്രിസ്റ്റി കാണുന്ന പോലെ എന്നുള്ള ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ അത് ഓഡിഷനിൽ ഓൾറെഡി മനസ്സിലാക്കി. ഓഡിഷൻ അല്ലേ?
മഞ്ജലി മനസ്സിലാക്കി, എന്നെ മനസ്സിലായി. മോനെ നമുക്ക് റൗണ്ട് നോക്കാം. ആ റൗണ്ട്. ഏത് റൗണ്ടാണ് മോൻ ചൂസ് ചെയ്യണേ? നെക്സ്റ്റ് പേജ് ഏതാ? നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജ്. പെർഫോമൻസ് റൗണ്ട്. പെർഫോമൻസ് റൗണ്ട്. ഏത് പാട്ടാണ് പെർഫോമൻസ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു മൈക്കിൾ ജാക്സന്റെ ഒരു ഇഫക്റ്റിലുള്ള ഒരു പാട്ടാണോ എന്നൊരു സംശയം. ആണോ? അതറിയില്ല. അറിയില്ലേ? പാട്ട് പറയാ. പാട്ട് അറിഞ്ഞൂടാ നിനക്ക്? സസ്പെൻസ്. പാട്ടെന്താണ്? കാഞ്ചന എന്ന ഫിലിമിലെ സംഗിലും മുകിലെ കഥ. ഒരു ലോറൻസിന്റെ ഫീൽഡ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഏകദേശം കറക്റ്റ് ആണ്. എന്ന് വെച്ചാല് അതെ, നമ്മുടെ പ്രഭുദേവ സാറ്, ലോറൻസ് ഒക്കെ സാറ്, അവർ അത്രയും കലക്കൻ ഡാൻസേഴ്സ് ഒക്കെയാണ്. സോ അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കാഞ്ചന അടിച്ചു പൊളിക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. शराब अरे राम शक्कर डोंडोरा डोंडोरा डोंडोरा
പെർഫോമൻസ്. തകർത്തു. അതെ, മാത്രമല്ല ഡാൻസേഴ്സ് അടിപൊളി ആസ് യൂഷ്വൽ തകർത്തു. എക്സലന്റ് ജോബ് ആയിരുന്നു. അവരൊരു സ്റ്റെപ്പ് കാണിച്ചതുണ്ടോ? അവർക്ക് ചൂടെടുത്തിട്ടാന്നറിയില്ല, അവർ കിടന്ന് ഷർട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ അഞ്ജലി വേണ്ടാന്നല്ല. ചെറിയൊരു ചളുവായിരുന്നു. ആരൊന്നും ഷർട്ട് തേക്കാത്തതുകൊണ്ട് ചെയ്തത്. ഓ അതെ, അത് ആവാം. എന്തായിരിക്കും ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് അഞ്ജലിനെ വിളിച്ചു. അപ്പൊ ഇവിടെ വിജയിച്ചു. ഓക്കെ, നൈസ് കോമ്പിനേഷൻ. നമ്മള് ഈ ബുദ്ധിജീവികൾക്കൊക്കെ കുറച്ച് സപ്പോർട്ട് കൊടുക്കണ്ടേ? ഓക്കെ, നമുക്ക് മാർക്കിലോട്ട് കിടക്കാം. ഓക്കെ, മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റീഫൻ ചേട്ടൻ കം ഓൺ. സുജാത ചേച്ചി. ഓം. ഓക്കെ, വിജയ് ചേട്ടാ. വിജയ് ചേട്ടാ കം ഓൺ. അബ്രകഡാബ്ര. സുനാദ 8.5 again. Wow. So 25.5. പോരട്ടെ. വെരി ഗുഡ്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു മിസ്റ്റർ രജത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞതിന്. അങ്ങനെ ഞാൻ ഒരു ഡൗട്ട് അടിച്ചല്ലേ, ഒരു ചെറിയ ഡൗട്ട് അടിച്ചു. വെൽ ആക്ച്വലി ഡൗട്ട് അല്ല. ഓക്കെ, ഇങ്ങനെ ഡോണ്ട് ഡിസ്റ്റർബ്. സോറി. ഡോണ്ട് ഡിസ്റ്റർബ്. കണ്ടിന്യൂ. ക്രിസ്റ്റി പറയട്ടെ, ഞാൻ അപ്പോ തുടങ്ങട്ടെ? പ്ലീസ്. നിന്റെ പാട്ട് ഇങ്ങനൊരു ഇതിൽ നിന്റെ പാട്ട് പാടിയത് നീ ക്ലിയർ ആയി പാടി, സൂപ്പറായി പാടി കേട്ടോ. ഓ, പക്ഷേ ചക്കരെ നന്നായി പാടി. നിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ആർ എ ഗുഡ് പെർഫോമർ ടു, അല്ലേ? അത് വന്നില്ല. നിന്റെ മുഖത്ത് ഒരു ചെറിയൊരു വിഷാദം ഉണ്ടായിരുന്നു. ഈ ഒരു പാട്ട് പാടുമ്പോൾ ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ. യു ആർ ഹാവിങ് എ ഫീസ്റ്റ് ഓൺ ദ സ്റ്റേജ്, അല്ലേ? ശ്വാസം മുട്ടാത്തോണ്ടിരുന്നു. ശ്വാസം മുട്ടോ? നീ ചിരിച്ച ശ്വാസം മുട്ടൊന്നുമില്ല നിനക്ക്. ചിരിക്കൊന്നുമില്ല, വേണ്ട. ഒരു മുഖത്തിനൊരു പ്രസൻസ് കൊണ്ടുവരണം. ഈ പാട്ട് എങ്ങനെയാ ഒന്ന് പാടിക്കേ. 1 2 3 4 1 2 3 4. ഇപ്പൊ എന്താ ചിരിച്ചു പാടുന്നത്? ഇപ്പൊ പാടുന്നുള്ള അതിന് ശ്വാസത്തിന്റെ പ്രശ്നം. അതിലെ ശ്വാസം എന്നാ ചിരിച്ച എന്താ ശ്വാസം എവിടെ കൂടെ പോകും? കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത് വലിയൊരു കാര്യമാണ്. കാലത്തിനെ പറ്റിയല്ല ഈ പാട്ട്. ആരാ ഈ പാട്ട് പാടിയ അറിയാം? വേൽമുരുകൻ അത് സ്റ്റേജിലൊക്കെ പാടണ കാണണം. അവരൊക്കെ ഫോക്ക് സിംഗേഴ്സൊക്കെ പൊരിച്ചെടുക്കും. കൂടെ വന്ന് പാടിയത് ആരാണ്? ചേട്ടനെ നീ മറ്റേ സ്പെഷ്യൽ ഗസ്റ്റ് പെർഫോമൻസ് കൊണ്ടുവരുന്ന പോലെ നീ കൊണ്ടുവന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞയച്ചത്? എന്താണ് അപ്പോഴും ചേട്ടൻ വന്ന് അവിടെ ഡാൻസ് അടുത്ത് ഇരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അറ്റ്ലീസ്റ്റ് നീ കൂടെ വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ചേട്ടൻ ഡാൻസ് ചെയ്യണം, ഞാൻ എന്താണ് അടുത്ത വരി എന്താ പാടാന്ന് ആലോചിക്കട്ടെ. ചേട്ടൻ എന്ന് പോയി കഴിഞ്ഞാൽ എന്നിട്ടും നീ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയല്ല. ദാറ്റ്സ് നോട്ട്. യു ഹാവ് ടു ലെറ്റ് യുവർ സെൽഫ് ഗോ. യു ആർ ദ മെയിൻ പെർഫോമർ, അല്ലേ? എനിക്ക് അത് മാത്രമേ ഫീൽ. ഞാൻ സാധാരണ മാർക്ക് ഇതിനൊന്നും കുറയ്ക്കാറില്ല ഒരിക്കലും. പക്ഷേ ആ ഒരു സോങ്ങിന് അത് പ്രധാനമായൊരു ഘടകമാണ്. കാരണം മറ്റുള്ള കൂടെ നിൽക്കുന്നവരെല്ലാം നിനക്ക് നല്ല ഡാൻസേഴ്സും ഒക്കെ നിനക്ക് നല്ലതായിട്ട് പ്രചോദനം തന്നുകൊണ്ടിരിക്കുക. ആ ഒരു കൂട്ടത്തിൽ നിനക്കും ആ ഒരു പ്രസൻറ്റബിൾ ആയിരിക്കണം കുറച്ച്, കേട്ടോ. അതിൽ വരി പ്രശ്നമല്ല എന്നല്ല ഞാൻ പറഞ്ഞു. വരി ബൈഹാർട്ടാണ്. നീ എത്രയും കുറേ വരിയുണ്ട്. അതൊക്കെ നീ നന്നായി പറഞ്ഞു, ഒരു കുഴപ്പമില്ലാണ്ട് പറഞ്ഞു. പാട്ട് നന്നായി പാടി. അപ്പോൾ ആ ഒരു പ്രസന്നത കൊണ്ടുവരണം. അത് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ചക്കരെ. എനിക്ക് ശരിക്കും പാടിയത് അസലായിരുന്നു. സൂപ്പർബായിരുന്നു പാടി. ലാസ്റ്റ് അതൊക്കെ അല്ല അങ്ങനെ എന്തോ ആയിരുന്നല്ലോ അതൊക്കെ സൂപ്പറായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നിന്റെ ഈ മുഖത്ത് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക്, സത്യം പറഞ്ഞാൽ കൂടുതൽ മാർക്ക് ഇടുമായിരുന്നു. ഒരു അര അല്ലെങ്കിൽ ഒരു മാർക്ക് തന്നെ കുറച്ച് നിന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവമായിരുന്നു. ആ പാട്ടിനനുസരിച്ചുള്ള പെർഫെക്റ്റ് ഫീലും നല്ല ത്രോ ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ പെർഫോമൻസും കൂടെ ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസും കൂടെ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേച്ചി ക്രിസ്റ്റി നല്ലോണം പാടി. ക്രിസ്റ്റി, ഈ പാട്ട് വെരി ഡിഫിക്കൾട്ട്. കാരണം ഇവർ രണ്ടുപേരും പറഞ്ഞു ആക്ച്വലി പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്ന മോൻ്റെ ഡെഫിനറ്റ്ലി എൻ്റെ സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ ഡാൻസ് ഈ പാട്ടിന് കുറച്ച് ഡിഫിക്കൽട്ടാണ്. മോൻ്റെ ഒരു വലിയ ലോങ് ഫ്രേസസ് ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി സ്മൈൽ വേണമായിരുന്നു. അതില്ല, മോൻ്റെ ഓൾറെഡി മോൻ്റെ കണ്ണ് ഒരു സങ്കടമുള്ളൊരു കണ്ണാണ്.
ആ കണ്ണിൽ എപ്പോഴും ഒരു എന്തോ ഒരു മെലങ്കലിയോ എന്താ ഒരു സങ്കടമുണ്ട്. അപ്പം പാടുമ്പോൾ കണ്ണടച്ചാലേ നമ്മൾ ഈ പാട്ട് ഹാപ്പിയാണെന്നുള്ളൂ. നോക്കിക്കഴിയുമ്പോൾ അയ്യോ ഇതൊരു കുറച്ച് സങ്കട പാട്ടാണോ എന്ന് തോന്നും. അങ്ങനെ ഇരിക്കും. അപ്പോൾ പക്ഷേ എന്താ മോൻ്റെ വിജയം എവിടെയാ? കണ്ണടയ്ക്കുമ്പോൾ പാട്ട് നല്ലോണം വരണു. ഒരു സിംഗറിൻ്റെ പ്ലസ് പോയിൻ്റാണ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ജാനകിയമ്മയുടെ കണ്ടിട്ടില്ല. ജാനകിയമ്മയുടെ നമ്മൾ ജാനകിയമ്മ നിന്നായിരിക്കും പാടുന്നത്, പക്ഷേ ആ എക്സ്പ്രഷൻസ് മുഴുവൻ ആ പാട്ടിലുണ്ടാവും. പക്ഷേ ഇതൊരു വിഷ്വൽ മീഡിയ എഗെയിൻ. അതിന് നമ്മൾ കാണുമ്പോഴും അതിനൊരു എഫക്റ്റ് വേണം. അതിനാണ് നമ്മൾ എടുത്തെടുത്ത് പറയണത്. ഇയാളുടെ ബ്രദറിന് ഒരു പ്രത്യേകം നമ്മളൊരു കയ്യടി കൊടുത്തേ. അയാൾ ഭയങ്കര എനർജി ആയിരുന്നു വന്ന ചേട്ടൻ. കഴിഞ്ഞ സീസണിൽ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ തന്നെയായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഡെഫിനറ്റ്ലി മോനെ ടിപ്സ് കിട്ടും. കാരണം അതൊരു എക്സ്പീരിയൻസ്, ഈ സ്റ്റേജിൽ പാടിയ എക്സ്പീരിയൻസ് ഉണ്ട് അയാളുടെ കയ്യിൽ. ഡെഫിനറ്റ്ലി ഒരു സിംഗറിൻ്റെ സിംഗിങ്ങിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഒരു കാര്യം ഒരുപാട് കൗണ്ട് ചെയ്യും. അപ്പോൾ ടിപ്സ് എടുക്കാൻ നോക്കുക ചേട്ടൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു മാം. ഈ താങ്ക് യു മാം നല്ല എനർജിയിൽ താങ്ക് യു മാം. സുജാത ചേച്ചി ഗോഡ്ലി ആക്ച്വലി സൂപ്പർ സ്റ്റാർ ജൂനിയർ സീസൺ 4 സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. സോ അനിയൻ അങ്ങനെ തന്നെ ആവണം അല്ലേ? കൂടെ അച്ഛനും അമ്മയുണ്ട് അല്ലേ? ഈ അച്ഛനും അമ്മയുടെയും ഒരു രസകരമായ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ. അതിപ്പോ ചോദിക്കോ, നമുക്ക് പേര് ആദ്യം കേൾക്കാം. എൻ്റെ പേര് പൗലോസ്, വൈഫിൻ്റെ പേര് പാത്തുമ്മ. പാത്തുമ്മ പൗലോസ്. ആ സർ ലവ് മാരേജ് ആയിരുന്നോ? ആഫ്റ്റർ മാരേജ്. ലവ് ആഫ്റ്റർ മാരേജ്. ഓഹോ, വെരി നൈസ്. വെരി നൈസ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? കഥ ഉണ്ട്. എന്താ പറയാൻ പറ്റാത്ത കഥയാണോ? ഒരു വിഷമം? അങ്ങനെയൊന്നുമല്ല. ഇവക്ക് ഒത്തിരി പ്രായമായ ഒരാളുമായിട്ട് ബോംബെയിൽ നിന്ന് ഒരു കല്യാണം വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവള് ബാക്കി ഇവരിൽ ഒത്തിരി താഴെ ഇവർക്കിടെ 3-4 പിള്ളേരുണ്ട്. അവരെ രക്ഷപ്പെടുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചു. പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് ചോദിച്ചു, പാത്തുമ്മ എൻ്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചു. ആകെപ്പാടെ ഫുഡും ഡ്രസ്സും കുഴപ്പമില്ല, ബാക്കി ആർഭാടമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അത് ഞാൻ ഇതുവരെ അങ്ങനെ ഗോട്ട്ലി, ഞാൻ ദൈവം തന്നത് എന്നുള്ള ഇതിൽ ഗോട്ട്ലി ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ പുത്രൻ. രണ്ടാമത് ഗോട്ട്ലി. അതെ, ഓക്കെ. രണ്ടാമത് ക്രിസ്റ്റി. ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എപ്പോഴും ജീവിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലീജിയൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പാത്തുമ്മ തന്നെ, പൗലോസ് തന്നെ. ഫാന്റാസ്റ്റിക് ലവ് സ്റ്റോറിയാണ് ശരിക്കും. എന്താ പറയാ, മാർച്ച് 31 കല്യാണം. ഞങ്ങൾ ഒരു ഒളിച്ചോട്ടം നടത്തിയത്. പിറ്റേ ദിവസം ഏപ്രിൽ ഫുൾ ആയതുകൊണ്ട് ആരും വിശ്വസിച്ചില്ല പാത്തുമ്മ പൗലോസിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് ചത്തേനെ. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. എന്തായാലും കിടിലനായിട്ടുണ്ട്. കാരണം ഇത്രയും ധൈര്യപൂർവ്വം വന്ന് ഇവിടെ പറയാൻ തോന്നിയതിൽ തന്നെ നിങ്ങളോട് സത്യം പറഞ്ഞ ഭയങ്കര അധികം ബഹുമാനം തോന്നുന്നു. ഞങ്ങളുടെ റൂമില് ഒളിച്ചോട്ട ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ല, ഒളിച്ചോട്ട ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു. എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയാക്കി. അപ്പൊ എങ്ങനെ ആനിവേഴ്സറി നടത്തുന്നു? വെറുതെ ഒളിച്ചോടുക വെറുതെ അന്ന് രാത്രി? ഞാൻ ഇവളോട് പറഞ്ഞു ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോരെ. അല്ല, അതല്ല ആനിവേഴ്സറി എങ്ങനെ കൊണ്ടാടുന്നത്? ആനിവേഴ്സറി ഞങ്ങൾ ഒളിച്ചോട്ടം പറ്റൂലല്ലോ എന്റെ പാത്തുമ്മേ, ഇനി ഓടേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും കിടു ലവ് സ്റ്റോറിയാണ്. മാത്രമല്ല ഒളിച്ചോടി എന്ന് ഇവിടെ വന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിലും എന്തായാലും നിങ്ങളുടെ ഈ ലവ് സ്റ്റോറിക്കും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. എന്തായാലും എന്താ പറയുക, 2 മക്കളും നല്ല രീതിയിൽ നല്ല കലാകാരന്മാരാണ്. ഇവർക്ക് ഒരുപാട് ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മോനെ. രജിത്, അങ്ങനെ പോകാൻ പറ്റട്ടെ. ക്രിസ്റ്റി നന്നായി ഡാൻസ് കളിക്കും അല്ലേ? യെസ്. ക്രിസ്റ്റി നന്നായി ഡാൻസ് കളിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ബ്ലഡ് ലൈൻ വഴിയാണോ എന്നൊരു ഡൗട്ട്. കാരണം പൗലോസേട്ടൻ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കിംവദന്തി ഉണ്ട് കേട്ടോ. അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡാൻസ് കളിക്കുന്നുണ്ട്, ഒരു ഡുവറ്റ് ഡാൻസ്. അതെ, റെഡി. അപ്പൊ ഞങ്ങൾ റെഡി, നിങ്ങൾ റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, റെഡി. മ്യൂസിക് റെഡി. ഇതാണ് ജോഷ്. ആ എനർജി എന്ന് പറയുന്നത്. ആ വയറും ഒരു പ്രശ്നമല്ല, ആ കൈ കാലും ഒരു പ്രശ്നമല്ല, എല്ലാം കൂടെ മറിച്ചിട്ട് കുഴച്ച്
അത് മാത്രമല്ല സ്റ്റീവൻ ചേട്ടാ തീരെ ഹറിബറി ഒന്നുമില്ല, വളരെ റിലാക്സ്ഡ് ആണ്. ആ എനർജി അവിടെ സ്റ്റേജിൽ വരുമ്പോ കണ്ട ക്രിസ്റ്റി ഇതിന്റെ ഒരു 10-1 കൊണ്ടുപോകണം ചക്കര. അപ്പോ മൊത്തം ഫാമിലിക്ക് ഞങ്ങളുടെ ഒരു വലിയൊരു ബിഗ് താങ്ക് യു ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് എല്ലാ പ്രാർത്ഥനയും. ഗോഡ് ബ്ലെസ്. മോനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവന് ഹേമന്തമ്മൻ ഒന്ന് സാറിന്റെ മുമ്പിൽ ഒന്ന് മൂളണമെന്ന്. പിന്നെന്താ, മുളിക്കോളൂ. ഹേമന്തമിൻ കൈക്കുമ്പിളിൽ തൂകും നിലാപ്പൂവു നീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്നു പാട്ടിൻ്റെ കാതിൽ, കളിയോരുന്നു നിൻ വാക്കുപോലെ, ആദിലോലം അനുരാഗം തേന്മാരിയ. താങ്ക് യു ഗോഡ്ലി, താങ്ക് യു സോ മച്ച്. വളരെ നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ. താങ്ക് യു. Thank you, Godly. ക്രിസ്റ്റി, ചേട്ടൻ്റെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും ഒക്കെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു ക്രിസ്റ്റി, ഗോഡ്ലി, പാത്തുമ്മ ആൻഡ് പൗലോസ് ചേട്ടാ. Thank you so much. അല്ലീളം പൂ ഇല്ലിമുളം തേനോ തെങ്ങിളനീരോ തേനോ. ഭയങ്കര ക്യൂട്ടായിരുന്നു ചക്രയുടെ പെർഫോമൻസ്. കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നിവയൽ കിളിനീ കൺമണിയേ ഉണർത്താതെ. നെക്സ്റ്റ് ഓൺ സ്റ്റേജ് ആരാണ് അഞ്ജലി? നെക്സ്റ്റ് നമ്മുടെ യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ഈ ഷോയിലെ ശ്രീനന്ദ് ഫ്രം തലശ്ശേരി. അച്ചോ, ശ്രീനന്ദിനെ ഞാൻ തന്നെ പിക്കും. വരും. ആ കുട്ടീനെ പോലും വെറുതെ വിടില്ലല്ലേ. രാജാവിനെയൊക്കെ എന്നാണ് കൊണ്ടുവരുന്ന പോലെ. അല്ല, ശരിക്കും പറഞ്ഞാൽ കൊച്ചു രാജാവിനെ പോലെ തന്നെയാ കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചു രാജാവാണ് അല്ലേ? പറയൂ. അത്രേ സൗണ്ട് വരുള്ളൂ. സൗണ്ട് പക്ഷേ പെർഫോമൻസ് കണ്ടു. പാട്ട് പാടുമ്പോ നോക്കിക്കോ. അതെ, ഞങ്ങൾ കലക്കും അല്ലേടോ. ശരി മോൻ, ഏത് റൗണ്ട് നോക്കാം? ഏത് റൗണ്ടാ ചൂസ് ചെയ്യുന്ന മോൻ? My favorite song. My favorite song. My favorite song ഏത് സോങ്ങാ മോൻ പാടാൻ പോകുന്നേ? അല്ലീളം പൂവോ. ആ പാട്ടാണോ? അതാരാ പാടിയെന്നറിയോ? ആരാ പാടി? ആണോ? ആ സാറ് നമ്മൾ കണ്ടില്ലേ ഓഡിഷന്? ഓക്കെ, അപ്പൊ ആ സാറ് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? അല്ലേ, അസലായിട്ട് പാടുവോ? ഓക്കെ. ശ്രീനന്ദ്, നല്ല ഡ്രസ്സായിണ്ടല്ലേ, കലക്കിണ്ട് കേട്ടോ. വലുതാകുമ്പോ കല്യാണമൊക്കെ ആകുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടണം കേട്ടോ. അപ്പൊ മോൻ തകർക്കില്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അതെ, നന്നായി പാടും. ഓക്കെ, യെസ്.
ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ഈ പാട്ട് പാടിയാണോ അച്ഛൻ ഓർക്കാറ്? ആണോ? ആണോ? ഈ പാട്ടാണോ പാടിത്തരാറ് അച്ഛൻ? ആണോ? ശരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊച്ചു ശരീരത്തിൽ ഇത്രയും ഹൈപ്പിച്ചൊക്കെ വരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ഇതാട്ടോ. സത്യമായിട്ടും അടിപൊളി കേട്ടോ മോളെ. എന്തായാലും മാർക്ക് വയ്ക്കാം. തരട്ടെ? ഞാൻ ആദ്യം തരണോ അതോ സുജാത ആന്റി തരണോ അതോ സ്റ്റീഫൻ ചേട്ടൻ വരണോ? സ്റ്റീഫൻ ചേട്ടൻ വേണമെന്ന്. ഞാൻ പിണക്കാം. കുറച്ചും കൂടി 9. Wow. ഇനി സുജാത ചേച്ചി. വിജയ് ചേട്ടാ. It's another 8.5. എത്രയായി സ്കോർ? പോരട്ടെ. ഇന്റലിജന്റ് ആൾക്കാർ ആലോചിക്കാൻ സമയം എടുക്കുകയാണ്. ഇന്റലിജന്റ് ആൾക്കാർ ആലോചിക്കാൻ സമയം എടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടെൻഷനും ഇല്ല ഇവിടെ മോന്. മോനെ ഞാൻ മോനെ മാർക്ക് വെച്ച് കുറച്ച് കൂട്ടാൻ പറഞ്ഞു. മോനെ സിമ്പിൾ ആയിട്ട് എനിക്കറിയാം ഇതൊക്കെ എനിക്ക് കിട്ടും. ആറ്റിറ്റ്യൂഡ് അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും 26 കിട്ടിയിട്ടുണ്ട് മോന്. നമുക്ക് ചോദിക്കാം എത്രയാണെന്ന്, എന്താണ് കമന്റ്സിനൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം ആരാ കമന്റ്സ് ആദ്യം പറയണ്ടേ? വിജയ് ചേട്ടനോട്. എടാ നീ ഒരു ക്യൂട്ടായിട്ട് പാടിയത് നല്ല രസമായിരുന്നു. അത്രയും ഈ പറഞ്ഞ പോലെ രജത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ചെറിയൊരു വയസ്സിൽ ഈ പാട്ട് അത്രയും ലോയിലും ഹൈയിലും ഒക്കെ പാടാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഡാ നീ കേൾക്കുന്നുണ്ടോ? അവൻ സ്വന്തം ചെരുപ്പൊക്കെ നോക്കുന്നു എല്ലാം നല്ല രസമായിട്ടുണ്ടെന്നൊക്കെ. എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി. കുറച്ച് ഭയങ്കര ഹൈ, ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഹൈ ആണെന്ന് തോന്നി അല്ലേ? ചില സ്ഥലത്തൊക്കെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. സ്ട്രെയിൻ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച്. പക്ഷെ എന്നാലും നന്നായിട്ട് പാടി കേട്ടോ. സ്ട്രെയിൻ എന്ന് വെച്ചെന്താ? അവനാലോചിച്ചിട്ട് മറ്റേ നമ്മുടെ പോസ്റ്റർ ഇരിക്കുന്ന ട്രെയിൻ എന്നായിരിക്കും ആലോചിച്ചത്. കൊച്ചുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സുജി. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലതായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ചക്കരേ ഒരു റിപ്ലൈ കൊടുക്കൂ. എന്തോന്ന് കേക്ക്. ഭയങ്കര ക്യൂട്ടായിരുന്നു ചക്കരയുടെ പെർഫോമൻസ്. മോന് വേണ്ടി താരാട്ട് പാടിത്തരുന്ന പാട്ട് മോൻ അച്ഛന് തിരിച്ച് താരാട്ടായിട്ട് പാടിക്കൊടുത്തു അല്ലേ? ഇന്ന് ശ്രീനന്ദന്റെ അച്ഛൻ ആദ്യമായിട്ടാണ് നമ്മളെ സെറ്റിൽ വരുന്നത്. അദ്ദേഹം എബ്രോഡാണ് അല്ലേ? ഇതിനു വേണ്ടി ഈ മോന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്നതാണ്. ഓ, ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? അമ്മ തന്നെയാണ് അല്ലേ? അമ്മയാണ് മോന്റെ പാട്ട് സെലക്ഷനൊക്കെ. മോന് കുറച്ച് സെക്കൻഡ് ചാനൽ കുറച്ച് ഹൈ പിച്ചായിരുന്നു, കുറച്ച് ഈ പറഞ്ഞ പോലെ സ്ട്രെയിൻ കുറച്ച് തോന്നി. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും കൊച്ചു വാവയാണ്. ആ ഒരു കൺസിഡറേഷൻ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാനൊരു 0.5 കുറയ്ക്കാമോ എന്ന് വിചാരിച്ചു. പിന്നെ പറ്റുന്നില്ല, കാരണം ആ പാട്ട് ഇത്രയുള്ള പാട്ട് ഇത്ര രസമായിട്ട് ഈ വയസ്സിൽ പാടിയില്ലേ, അതാണ് അതിൻ്റെ രസം. ഓക്കെ മോനെ, ഇനിയും നല്ല നല്ല പാട്ടുകൾ എടുത്തു വരാം കേട്ടോ. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടന്റെ കമന്റ്സ് ഉണ്ട്. നല്ല രസമായിട്ട് പാടി. ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ചെയ്യുന്നത് ആൾക്കാരൊക്കെ വളരെ കുറവേ ഉള്ളൂ. പക്ഷേ ശ്രീനന്ദ് ആ ഒരു രീതിയിൽ ഈ പാട്ട് എങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ ജസ്റ്റിഫിക്കേഷനും ചെയ്തു. ഓക്കെ, നന്നായി പാട്ട് പഠിച്ചു. ആ പാട്ടിൻ്റെ ആറ്റിറ്റ്യൂഡ് നന്നായി കൊണ്ടുവന്നു. ഇതിൻ്റെ ഒറിജിനൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫീല് കൊണ്ടുവരാൻ നന്നായിട്ട് ശ്രമിച്ചു. ബാക്കി പിച്ചും ബാക്കി കാര്യങ്ങൾ ടെക്നിക്കൽ എറേഴ്സ് എല്ലാം ചേട്ടനും ചേച്ചിയും പറഞ്ഞു. അത് മനസ്സിലാക്കി അടുത്ത പാട്ട് നന്നായി പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ശ്രീനന്ദ്. സ്റ്റീഫൻ, ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഒരു ലിറിക്ക് ആൾക്ക് തെറ്റി. നീ ചെല്ലും അത് താലിപ്പീലി അല്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കി തെറ്റിപ്പോയത്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരു കുട്ടികൾ എന്തൊക്കെ ചെയ്യും അതെല്ലാം സ്റ്റേജിൽ തെളിയിച്ചു. അത് വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു ചക്രേ.
താങ്ക് യു ചേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ശ്രീനന്ദ് പാടിയൊരു പാട്ടില്ലേ, ആ പാട്ടിനൊരു പ്രത്യേകത ഇല്ലേ, അതെന്താന്നാ ചേട്ടനോടൊന്ന് പറഞ്ഞു കൊടുക്കോ? ആ പാട്ട് ശ്രീനന്ദിന്റെ അച്ഛൻ ആന്റിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് അത്ര, കല്യാണത്തിന് മുന്നേ. ആരെയും പാടിക്കൊടുത്ത പാട്ടാണ്. അതൊരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ സർ? അതന്നെയാണ് ചേച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടതല്ലേ, അപ്പൊ അതന്നെ പാടണം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശിക്ഷരായി നിൽപ്പു നിന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. തോന്നുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ മാതാപിതാക്കൾ എല്ലാവരും ടാലന്റഡ് ആണ്. അതെ, ഒരു സൂപ്പർ സ്റ്റാർ സീനിയറും വേണമെങ്കിൽ നമുക്ക് നടത്താം. വെക്കാം. ഓൾ ദി ബെസ്റ്റ് കുട്ടാ. അപ്പൊ അടുത്ത പെർഫോമൻസിൽ നമുക്ക് കാണാം അല്ലേ? ഓക്കെ ദെൻ. അപ്പോൾ നമ്മുടെ 3 പെർഫോമൻസസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിലെ 3 പെർഫോമൻസിലെ ഏറ്റവും ടോപ്പ് സ്കോറർ ആരാണ് അഞ്ജലി? ഇന്നത്തെ ടോപ്പ് സ്കോറർ ശ്രീനന്ദ് വിത്ത് 26 മാർക്സ്. ഓ ശ്രീനന്ദ്, ഓടി വരൂ. പ്ലീസ് കം ടു ദി സ്റ്റേജ് ശ്രീനന്ദ്. ഓടി വാ. ഇങ്ങനെ നല്ലൊരു ചിരി അടിച്ച്. ഞങ്ങൾ ചിരിയൊക്കെ കണ്ടേ ഇല്ല. ഹാപ്പി ആയോ? ഭയങ്കര സന്തോഷമായോ? സന്തോഷമായല്ലേ? ടോപ്പ് സ്കോററായിട്ട് കൺഗ്രാറ്റ്സ്. വന്ന് നല്ലൊരു ഗിഫ്റ്റ് സുജാത ആന്റിയുടെ അടുത്ത് വാങ്ങിക്കൂ. വരൂ 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 വരൂ. ഓടിപ്പോ ഓടിപ്പോ. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അതെ, കുറെ കൂടി നല്ല പെർഫോമൻസസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then keep watching Amada TV Superstar Junior. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ 3 മുതല കുഞ്ഞുങ്ങളുണ്ട്. ഒറ്റപ്പാലം എസ്തപ്പാനോ, റിവോൾവർ റിച്ച, റൂബിയോ, വിജയ. Very, very nice. മുതലക്കുളത്തിലേക്ക് വലിച്ചെറിയൂ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ തമാശ. ഇല്ല മിസ്റ്റർ പെരേര കൂടെ നിന്ന് അങ്ങോട്ട് ചവിട്ടരുത്. സുജാത സാരീസ്, ഡിസൈൻ ബൈ സ്റ്റൈൽ സാരീസ്, സ്പെൻസർ ജംഗ്ഷൻ, പാളയം, ട്രിവാൻഡ്രം.